ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഒരുക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി എത്തിയ മലയാളത്തിലെ ആദ്യത്തെ 260 കോടിയിലേറെ തിയേറ്റർ കളക്ഷൻ നേടിയെടുത്ത മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ L2 എമ്പുരാൻ. അഭിപ്രായങ്ങൾ കൊണ്ട് മികച്ചതൊന്നുമില്ലെങ്കിൽ പോലും സിനിമ നമ്മുടെ തിയേറ്ററുകളിലെ വലിയ വിജയം നേടിയെടുത്ത സിനിമയാണ്. എങ്കിൽ പോലും പൃഥ്വിരാജിനടക്കം കിട്ടിയ വിമർശനങ്ങൾ, വിവാദങ്ങളെല്ലാം തന്നെ കൊണ്ട് കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് അടുത്ത ഭാഗത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുകളും ഒഫീഷ്യലായിട്ട് വന്നിരുന്നില്ല. ആന്റണി പെരുമ്പാവൂർ ഇടക്കാലത്ത് L3 നടക്കുമെന്ന് പറഞ്ഞതല്ലാതെ പൃഥ്വിരാജിന്റെ ഭാഗത്ത് ഒരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം സർസാമീൻ എന്ന സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട അഭിമുഖവേളയിൽ L3 കുറിച്ചുള്ള L3 അസ്രായേൽ സിനിമയെ കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നു. സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നില്ല എങ്കിൽ പോലും സിനിമ സംഭവിക്കുമെന്ന് തന്നെയാണ് പൃഥ്വിരാജ് ഒരിക്കൽ കൂടി കൺഫേം ചെയ്തിരിക്കുന്നത്. എന്നാൽ അടുത്തതായിട്ട് താൻ സംവിധാനം ചെയ്യുന്ന സിനിമ L3 ആയിരിക്കില്ല, മറിച്ച് അതിനു മുന്നേ ഒരു സിനിമ കൂടി സംവിധാനം ചെയ്യുന്നുണ്ട്. അതിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ താൻ എന്നാണ് പൃഥ്വിരാജ് അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷം നിലവിൽ മറ്റ് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കുകൾ ായിരിക്കുന്ന പൃഥ്വിരാജ് അടുത്ത വർഷത്തോടെ മാത്രം നിലവിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുമെന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ചോദ്യം ആ സിനിമ ഏതായിരിക്കുമെന്നത് തന്നെയാണ്. എമ്പുരാന് ശേഷം വീണ്ടും ലാലേട്ടനും ഒരുമിച്ചുള്ള ഒരു സിനിമയായിരിക്കുമോ, അതല്ലെങ്കിൽ ടൈസണിലേക്ക് പൃഥ്വിരാജ് കടക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം. നേരത്തെ എമ്പുരാന് ശേഷം ടൈസന്റെ ഷൂട്ട് ആരംഭിക്കും അടുത്ത വർഷം എന്നാണ് പൃഥ്വിരാജ് അറിയിച്ചതെങ്കിൽ പോലും ഇപ്പോഴത്തെ പ്ലാൻസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ, വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. അപ്പോൾ കാത്തിരിക്കൂ, പൃഥ്വിരാജിന്റെ അടുത്ത സംവിധാന സംരംഭം ഏത് സിനിമയാണെന്ന് അറിയുവാനായിട്ട്. ഇതിനിടയിൽ പൃഥ്വിരാജ് സലാർ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നല്ലോ. സലാറിന്റെ സംവിധായകൻ പ്രശാന്ത് നീൽ ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂനിയർ NTR നായകനായി എത്തുന്ന NTR നീൽ എന്ന താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന സിനിമയാണല്ലോ. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ, അതോടൊപ്പം തന്നെ ചിത്രത്തിലെ മലയാളി അഭിനേതാക്കളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് നൽകിയിരിക്കുന്നു. അത് പ്രകാരം ജൂനിയർ NTR സിനിമയ്ക്ക് ഡ്രാഗൺ എന്നാണ് പേരെന്നും സിനിമയിൽ ടൊവിനോ തോമസ്, ബിജു മേനോൻ തുടങ്ങിയവർ കൂടി മലയാളത്തിൽ നിന്ന് അഭിനയിക്കുന്നുണ്ട് എന്നാണ് പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ടൊവിനോയുടെ കൺഫേമായ റൂമേഴ്സ് ഉണ്ടായതാണെങ്കിലും ബിജു മേനോൻ കൺഫേം ആയിരുന്നില്ല. ഇപ്പോഴത്തെ പൃഥ്വിരാജ് കൺഫേം ആയി എന്ന് അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ്. അടുത്ത വർഷമാണ് സിനിമയുടെ തിയേറ്റർ റിലീസ്. ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഉടനെ പുറത്തുവരും.